99% ഈ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ പിന്തുണ ബഹുമാനനായ VD സതീശനായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയുടെ വിജയമാണ് ഇത്. വരാൻ പോകുന്ന കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ള നേതാവാണ് ശ്രീ VD സതീശൻ. ഏറ്റവും നല്ല അഭിപ്രായം. ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരാളാണ്. അർഹതയ്ക്കുള്ള വലിയ അംഗീകാരമാണ് പ്രിയപ്പെട്ട VD സതീശന് കിട്ടിയത്. അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത്. കോട്ടയം പാമ്പാടിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. പള്ളിയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഞങ്ങളുടെ മഹിളാ കോൺഗ്രസ്കാരടക്കമുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദത്തിന്റെ ദിവസമാണ്. നിലപാടുകളുടെ രാജകുമാരൻ, പണിയെടുത്തവന് അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ള ആ ഒരു തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ അതിൽ അമിതമായിട്ട് ആഹ്ലാദിക്കുകയാണ്. ജനവികാരം തീർച്ചയായിട്ടും 99% ഈ കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ പിന്തുണ ബഹുമാനനായ VD സതീശനായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ഹൈക്കമാൻഡ് ആ ഒരു തീരുമാനം എടുത്തതിൽ പാമ്പാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഞങ്ങളുടെ ആഹ്ലാദം ഈ അവസരത്തിൽ അറിയിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രത്യേകിച്ചുള്ള എല്ലാവിധമായിട്ടുള്ള ആഹ്ലാദവും അറിയിക്കുകയാണ്. സന്തോഷം, വലിയ സന്തോഷം. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അപ്പോൾ ഞങ്ങൾ അഭിമാനം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷകരമായ നിമിഷമാണ്. ആ മനുഷ്യൻ, ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയുടെ വിജയമാണ് ഇത്. ആ മനുഷ്യൻ അർഹതപ്പെട്ട അംഗീകാരം. ഈ രാജ്യം ഭരിച്ച പിണറായി വിജയനെതിരെ ഒരു വലിയ വിധിയെഴുത്താണ് 102 ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നൽകിയത്. കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയധികം സ്ഥാനാർത്ഥികളെ UDFന് നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 102 MLA ഉണ്ടായെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അതിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ ദിവസങ്ങൾ വരേണ്ടി വന്നു. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ എല്ലാവരും പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. പേര് പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ പേര് വരാത്ത കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് വന്നില്ലെങ്കിലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും 3 പേര് ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ജനഹിതം പരിശോധിച്ചുകൊണ്ട് ജനഹിതം VD സതീശന് അനുകൂലമാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്, കണ്ടറിഞ്ഞുകൊണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ VD സതീശനെ കേരളത്തിന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. വരാൻ പോകുന്ന കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ള നേതാവാണ് ശ്രീ VD സതീശൻ. സതീശനെ സംബന്ധിച്ചിടത്തോളം ഭാവി കേരളം എങ്ങനെയായിരിക്കണം, ഇവിടുത്തെ വയോധികർ എങ്ങനെയായിരിക്കണം, ചെറുപ്പക്കാരെങ്ങനെയായിരിക്കണം, പെൻഷനുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം, പെൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയായിരിക്കണം, ആരോഗ്യ മേഖല എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലകളിലും ഒരു വലിയ കാഴ്ചപ്പാടുള്ള കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിന്റെ കയ്യിലാണ് അധികാരം കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കും. കാരണം കേരളത്തിലെ എല്ലായിടത്തും ഈ പെരുമഴയത്തും ഈ ആഹ്ലാദ പ്രകടനം നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ശ്രീ VD സതീശന് അനുകൂലമായി അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ പാമ്പാടിയിലെ ഒരു വലിയ പ്രകടനം പാമ്പാടിയിലെ ജനാവലി നടത്തി. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പെരുമഴയും വകവയ്ക്കാതെ ആ ആവേശം തണുത്തു പോകാതെ കേരളത്തോടൊപ്പം പുതുപ്പള്ളി നിയോജക മണ്ഡലം ഒന്നിച്ചു നിൽക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമസ്ത മേഖലകളും തകർന്നു കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, പുസ്തകങ്ങൾ പോലും അച്ചടിച്ച് കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ആരോഗ്യ മേഖല തകർന്നു കിടക്കുന്നു. ആഭ്യന്തര രംഗം അമ്പേ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മദ്യമാഫിയുടെ വിളയാട്ടം നടക്കുന്നു. ഇതെല്ലാമാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ അദ്ദേഹം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏറ്റവും നല്ല അഭിപ്രായം. ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്നത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അത്രയ്ക്കും ഞങ്ങൾ കേരളക്കാരെ മുഴുവൻ ആഗ്രഹിച്ച ആളാണ്
വി.ഡി. സതീശൻ. അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യവും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ്, ആരുടെ മുന്നിലും തല കുനിക്കാതെ നട്ടെല്ല് നിവർത്തി ഏത് കാര്യവും തുറന്നു പറഞ്ഞ് വളരെ വ്യക്തതയോടും കൃത്യതയോടും ചെയ്യുന്ന ഒരു നല്ല മുഖ്യമന്ത്രിയാകും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിലെ നിങ്ങളുടെ MLA ആണല്ലോ ചാണ്ടിയുമ്മൻ. അതെ, മന്ത്രിയാകുമോ? മന്ത്രിയാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അദ്ദേഹവും മന്ത്രിയായാലും ഏറ്റവും സൂപ്പറായിട്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഏത് വകുപ്പാണോ അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കും. ഞങ്ങൾ നല്ല ഉറപ്പുണ്ട്. കനത്ത മഴയെ അവഗണിച്ച് വലിയ ആവേശത്തിലാണല്ലേ? അല്ലേ, പാമ്പാടി വലിയ ആവശ്യത്തിലാണ്. പാമ്പാടി പ്രിയപ്പെട്ട നായകനാണ് പ്രിയപ്പെട്ട വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് ജനം ഏറ്റെടുത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം സംസ്ഥാനത്തൊട്ടാകെ ആ പോരാട്ടം നിലനിൽക്കുക. ഉപതെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അതിനുശേഷം നമ്മുടെ MLA ചാണ്ടിയുമ്മൻ്റെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും വി.ഡി. സതീശൻ്റെ സാന്നിധ്യം പാമ്പാടിയെ വളരെ വലിയ ഗൗരവമായ രീതിയിൽ അദ്ദേഹം പാമ്പാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് പാമ്പാടിയിൽ മഴയായതുകൊണ്ടാണ് ആവേശം അല്പം കുറഞ്ഞു പോയത്. തീർച്ചയായിട്ടും അർഹതയ്ക്കുള്ള വലിയ അംഗീകാരമാണ് പ്രിയപ്പെട്ട വി.ഡി. സതീശന് കിട്ടിയത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ആദ്യഘട്ടത്തിലൊക്കെ? ആദ്യഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വം എന്നതുപോലെ ഒരു 100 ദിന കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ 100 ദിന കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും. ഒട്ടനവധി പുതിയ പദ്ധതികൾ ഈ കേരളത്തിൽ മുടങ്ങി കിടന്നു പോയ പദ്ധതികൾ, അത് പുള്ളിക്ക് വലിയ പ്ലാൻ പദ്ധതി അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താ പറയുക, റോഡുകളുടെ വികസനമായിക്കോട്ടെ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാനായിട്ട് പുതിയ സംവിധാനം അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗതാഗതം വലിയ പ്രശ്നമാണ്. റോഡുകൾ, അത് കടൽ പോലെയുള്ള കായൽ പോലെയുള്ള സംവിധാനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്ന കേരളം മാറും. കേരളം പുതിയൊരു കേരളം, പുതുയുഗ യാത്ര നടത്തിയ പോലെ ഒരു പുതിയ കേരളമായിരിക്കും. കേരളം പുതുയുഗ യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. കേരളം പുതിയ യാത്രയിലേക്ക് മാറുകയാണ്. 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഇനിയൊരു പുതുയുഗം പിറക്കുകയാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ എന്നാണ് അവർ പറയുന്നത്. കേരളം വലിയ ആവേശത്തിലാണ്. പുതിയ മുഖ്യമന്ത്രിയാണ് ലഭിച്ചിരിക്കുന്നത്. 102 MLA-മാരുടെ പിന്തുണയോടെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഇനിയും കേരളത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ജനം നോക്കി നിന്ന് കാണുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.